ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. മന്ത്രിസഭ തയ്യാറാക്കി കൈമാറിയ പ്രസംഗം ഗവർണർ വായിക്കും. പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനം ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ ഗവർണർ തിരുത്താവശ്യപ്പെട്ടെങ്കിലും സർക്കാർ വഴങ്ങിയിരുന്നില്ല. അപ്പോൾ അത് അദ്ദേഹം തന്നെ വായിക്കുമോ അതോ അദ്ദേഹം ആ തിരുത്തണമെന്ന് പറഞ്ഞ ഭാഗം വിട്ടുകളയുമോ എന്നുള്ള കാര്യം ഇന്ന് നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഈ സമയത്ത് കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട്. അതുപോലെ ലോക് ഭവൻ കവടിയാറിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരും. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ശ്രീജിത്ത്, ഗവർണർക്ക് രണ്ട് ഓപ്ഷനുണ്ട്. വേണമെങ്കിൽ വായിച്ചു വിടാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വായിക്കാതെ ഇരിക്കാം. അദ്ദേഹത്തെ നിർബന്ധിക്കാൻ ആർക്കും കഴിയത്തുമില്ല. പറയൂ ശ്രീജിത്ത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ കേരള നിയമസഭയിലെ രണ്ടാമത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് രാവിലെ 9 മണിക്ക് ആരംഭിക്കാൻ പോകുന്നത്. ആദ്യ നയപ്രഖ്യാപന പ്രസംഗം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ ആയിരുന്നു നടന്നത്. എന്നാൽ ഇത്തവണ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമൊന്നും ഉള്ളതായി നമുക്ക് സൂചനകളില്ല. പ്രതിപക്ഷം നയപ്രഖ്യാപന പ്രസംഗവുമായി സഹകരിക്കാനാണ് ഇതുവരെയുള്ള തീരുമാനം. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനം പറയുന്ന ഭാഗത്ത് ചില തിരുത്തലുകൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് തിരുത്താനായി മടക്കി അയച്ചപ്പോൾ സർക്കാർ അതിന് വഴങ്ങിയിരുന്നില്ല. ചീഫ് സെക്രട്ടറിയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നാണ് നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം. എന്തായാലും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന നയങ്ങളും നിലപാടുകളും സംബന്ധിച്ച ചില പരാമർശങ്ങൾ ഉണ്ടായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു കേരളമായി കേരളത്തെ കെട്ടിപ്പടുത്തു. ആഭ്യന്തര സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ കർശനമായ നിലപാടുകളെടുത്തു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ഒപ്പം തന്നെ ക്ഷേമാനുകൂല്യങ്ങളും മറ്റ് നടപടികളും സർക്കാർ വികസന നടപടികളും അടിസ്ഥാന സൗകര്യ വികസനവും സർക്കാർ തുടരും തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് സൂചന. മന്ത്രിസഭ തയ്യാറാക്കിയ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഗവർണർ രാവിലെ 9 മണിക്ക് സഭയിൽ അത് വായിക്കും. ഗവർണർ SKN സൂചിപ്പിച്ചതുപോലെ ഗവർണർ ഈ പ്രസംഗം പൂർണ്ണമായി വായിക്കുമോ അതോ കേന്ദ്ര വിമർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുമോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്തായാലും അദ്ദേഹം വായിച്ചാലും ഇല്ലെങ്കിലും സഭയുടെ മേശപ്പുറത്ത് വെക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം സഭാരേഖകൾ പൂർണ്ണമായി ഉൾപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വായിക്കുമോ ഇല്ലയോ എന്നതിന് കേവലമായ നിയമപരമായ പ്രസക്തിയൊന്നുമില്ല എന്നതാണ് വസ്തുത. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തെ സർക്കാരിൻ്റെ അവസാന ബജറ്റ് സമ്മേളനത്തെ നയപ്രഖ്യാപന പ്രസംഗത്തെ വളരെ ആകാംക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വരാനിരിക്കുന്ന ബജറ്റിന്റെ ദിശാസൂചികയായി കൂടി ഈ നയപ്രഖ്യാപന പ്രസംഗം മാറുമെന്ന് ഉറപ്പാണ്. താങ്ക് യു ആർ ശ്രീജിത്തിന്. കവടിയാറിലെ ലോക് ഭവന്റെ മുന്നിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. രാജ്ഭവന്റെ പേര് മാറിയതാണ് ലോക് ഭവൻ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. പറയൂ ഉമേഷ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും 9 മണിക്കാണ് നയപ്രഖ്യാപന പ്രസംഗം. ലോക് ഭവനിൽ നിന്ന് ഏകദേശം 8:40 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് പോകും. നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് തന്നെ സ്പീക്കർ, ഒപ്പം മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടങ്ങുന്ന സംഘം അദ്ദേഹത്തെ സ്വീകരിക്കും. പാർലമെന്ററി ചുമതലയുള്ള നിയമമന്ത്രി കൂടി ഇതിനോടൊപ്പം ഉണ്ടാവും. ഇവർ ചേർന്ന് നിയമസഭയ്ക്ക് ഉള്ളിലേക്ക് അദ്ദേഹത്തെ ആനയിക്കും. എന്തായാലും നിലവിൽ അദ്ദേഹം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കണ്ടന്റ് അംഗീകരിച്ചു കഴിഞ്ഞു. ആർ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നയപ്രഖ്യാപന പ്രസംഗം വായിച്ചാലും ഇല്ലെങ്കിലും ഇത് നിയമസഭയുടെ അല്ലെങ്കിൽ നിയമസഭാ രേഖകളുടെ ഭാഗമായി കഴിയുകയാണ്. എന്തായാലും മുൻ ഗവർണർമാർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർ തങ്ങളുടെ ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ അത് സ്കിപ്പ് ചെയ്ത ഘട്ടമുണ്ടായിരുന്നു. ഒപ്പം വിയോജിപ്പ് രേഖപ്പെടുത്തി വായിച്ച ഘട്ടമുണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി വായിക്കുമോ അതോ സ്കിപ്പ് ചെയ്യുമോ അതോ പൂർണ്ണമായി സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച ഈ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും LDF സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള സമ്മേളനമാണ്, അതിൻ്റെ നയപ്രഖ്യാപനമാണ്. സ്വാഭാവികമായി ഈ 10 വർഷവും കൂടി, ഒരുപക്ഷെ 5 വർഷം എന്നുള്ളത് 10 വർഷത്തെ വികസന നേട്ടങ്ങൾ കൂടി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമായി വരാനും സാധ്യതയുണ്ട്. എന്തായാലും ഇത് തന്നെയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൂർണ്ണമായി പ്രസംഗം വായിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം നിലവിൽ പ്രതിഷേധങ്ങളൊന്നും നടത്താൻ തീരുമാനിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.